അനിതയുടെ ഭാഗത്തുണ്ടായ വീഴ്ചകളാണ് ജോലിയിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ കാരണമെന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി പോയ സമയത്ത് അത്തരം വീഴ്ചകളൊന്നും സർക്കാർ പറയുന്നില്ല. അപ്പം ഇതുപോലെ അനിതയേക്കാൾ നിയമനത്തിന് അർഹരായ 18ഓളം പേരുണ്ട് എന്നൊക്കെയുള്ള കണക്കാണ് റിവ്യൂ ഹർജിയിൽ പറയുന്നത്. പുറത്തൊന്ന് ഹൈക്കോടതിയിൽ വേറെ എന്ന രീതിയിലാണ്. തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രി ഇന്നലെ പറഞ്ഞ മറുപടി അല്ല സർക്കാരിൻ്റെ ഹൈക്കോടതിയിലെ വാദം. മാത്രമല്ല സർക്കാർ തന്നെ സമ്മതിച്ചതല്ലേ ഏപ്രിൽ 1-ാം തീയതി ഇവർക്കിവിടെ നിയമനം കൊടുക്കുക എന്ന് സർക്കാർ തന്നെ സമ്മതിച്ചതാണ്. അവരുടെ ഭാഗത്ത് ഒരു വീഴ്ചയുണ്ടായെന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു അഭിപ്രായമില്ല കോടതി. അപ്പോൾ സർക്കാർ കോടതിയിൽ പറയാത്ത കാര്യമാണ് മന്ത്രി പുറത്ത് പറയുന്നത്. അത് ഇവിടുത്തെ ഈ പാർട്ടിക്കാർ പറഞ്ഞ കേട്ടിട്ടാണ്. പീഡന വീരനും അതിനോട് കൂടെ നിൽക്കുന്നവരും പറയുന്നത് കേട്ടിട്ടാണ് മന്ത്രി പറയുന്നത്. അതാണല്ലോ നടക്കുന്നത്. അതാണല്ലോ ഈ ആരോപണം വന്ന ആൾ, ഈ പീഡിപ്പിച്ച ആള്, അയാൾക്ക് വേണ്ടിയിട്ട് അതിജീവിതയോട് ഇത് പിൻവലിക്കണം, പരാതി പിൻവലിക്കണം എന്ന് ഭീഷണിപ്പെടുത്തിയ ആളുകൾ എല്ലാവരും ഭരണാനുകൂല സംഘടനയുടെ ആളുകളല്ലേ. അവരെ സംരക്ഷിക്കാൻ, അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ പരിധിയും വിട്ടല്ലേ തോന്നിയാസം ചെയ്യുന്നത്. അല്ല, അത് കാരണം അവർ കൊടുത്തിരിക്കുന്നതാണ്. കാരണം ഉത്തരവുള്ളതാണ്. നേരത്തെ കോടതിയിൽ ഏപ്രിൽ 1-ാം തീയതി ഇവിടെ അവർക്ക് നിയമനം കൊടുത്തോളാം എന്ന് സർക്കാരിൻ്റെ ഗവൺമെൻറ് ലീഡർ കോടതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് കോടതിയുടെ ഉത്തരവ്, ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് നീതി കിട്ടും, അവർക്ക് നീതി കിട്ടുമെന്നുള്ള ആ പ്രതീക്ഷയാണ് ഇന്ന് സഫലമായത്. ഞാൻ 2 മിനിറ്റ് മുമ്പാണ് പറഞ്ഞത് കോടതി പറയട്ടെ എന്ന് പറഞ്ഞത്. കോടതി അവരെ സർക്കാർ ഉത്തരവ് വരട്ടെ. ഇപ്പോൾ വന്നല്ലോ ഉത്തരവ്. അപ്പോൾ മന്ത്രി ഇന്നലെ പറഞ്ഞതും ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് എന്ത് വിലയാണുള്ളത്? പുല്ല് വിലയാണുള്ളത്. അപ്പോൾ ഇന്നലെ മന്ത്രി പറഞ്ഞതെന്താ? ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിക്ക് പിന്തുണ കൊടുത്ത് പറഞ്ഞതെന്താ? അപ്പോൾ സർക്കാർ ഉത്തരവ് ഇങ്ങനെ വരുന്നു. കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ കോടതി കൂടി അഭിപ്രായം പറഞ്ഞോട്ടെ. ഉറപ്പല്ലേ? അപ്പോൾ പിന്നെ ഈ സർക്കാർ ഉത്തരവിൻ്റെ അർത്ഥം എന്താ? സർക്കാർ ഉത്തരവിൻ്റെ അർത്ഥം എന്താ? മന്ത്രി ഒന്ന് പറയുന്നു, മുഖ്യമന്ത്രി അതിന് പിന്തുണയ്ക്കുന്നു, പിറ്റേ ദിവസം വേറെ ഓർഡർ ഇറങ്ങുന്നു. എന്തെല്ലാം വിചിത്രമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും മാത്രമല്ല, ഇതൊരു അഭിമാന പ്രശ്നമായിട്ട് കാണാതെ സ്വന്തം ആളുകളെ സംരക്ഷിക്കാനുള്ള എന്തു വേണ്ടാധീനം കാണിച്ചാലും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാതെ ന്യായം ചെയ്യുക, അന്യായം ചെയ്യാതിരിക്കുക, നീതി പ്രവർത്തിക്കുക, ആ അനിതാ സിസ്റ്ററോട് നീതി കാണിക്കുക. അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അത് ചെയ്തില്ലെങ്കിൽ അതനുസരിച്ചുള്ള നടപടികളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട്. ആരോഗ്യമന്ത്രിയുടെ പ്രവൃത്തി പല സമയത്തും പോകുന്നുണ്ടോ? അത് ഉറപ്പല്ലേ? ഇതെല്ലാം ഇവർ പണ്ട് മുതൽ ഈ ആരോഗ്യവകുപ്പിൽ നടക്കണത് എന്താ? ഇപ്പോൾ ഒരാൾ അപ്പുറത്ത് മത്സരിക്കുകയാണ്. ആ കോവിഡ് കാലത്ത് എല്ലാം ചെയ്തതിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയാണ്. കോവിഡ് കാലത്ത് നടന്നതും പറഞ്ഞതും പിന്നീട് പുറത്തു വന്നത് എന്താണ്? കോവിഡ് കാലത്ത് 28,000 പേരും മരിച്ചത് ഒളിപ്പിച്ചു വെച്ചേക്ക് വരുന്നു സർക്കാർ, പഴയ ആരോഗ്യമന്ത്രി. ഇപ്പം ആ 28,000 പേര് ഒളിപ്പിച്ചു വെച്ചിരുന്ന 28,000 പേരുടെയും പുറത്ത് വന്നു പേര്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് കാലത്ത് മരിച്ച 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് ബാധിച്ചവർ 2ാം സ്ഥാനമാണ് കേരളം. 1-ാം സ്ഥാനം മഹാരാഷ്ട്രയെ. കാരണം എന്താണെന്നറിയോ? 1-ാം സ്ഥാനം വരാൻ കേരളത്തിൻ്റെ 3 ഇരട്ടി ജനസംഖ്യയാണ് അവർക്ക്. 9.25 കോടിയാണ് അവരുടെ പോപ്പുലേഷൻ. അപ്പോൾ സത്യത്തിൽ ശതമാനക്കണക്ക് നോക്കിയാൽ കേരളമായിരുന്നു 1-ാം സ്ഥാനത്ത്. എന്നിട്ട് പിന്നെ ആ കോവിഡിൻ്റെ മറവിൽ 1032 കോടി രൂപയുടെ അഴിമതിയും നടത്തി. എന്നിട്ട് ഒരാൾ, ആരോഗ്യമന്ത്രിയായിരുന്ന ഒരാൾ, കോവിഡ് കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് വോട്ട് ചോദിക്കുകയാണ്. എന്തെല്ലാം രസകരമായ കാര്യങ്ങളാണ് നടക്കുന്നത്.